ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിനുള്ളിൽ നിന്ന് ഭയങ്കര ബോറടിച്ച് അപ്പോൾ ഒരു വൈകിട്ട് സമയപ്പത്തേന് വെളിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. നല്ല ചെറിയ ഇളങ്കാറ്റൊക്കെ വീശുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വെയിലും അടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഗാർഡൻ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ. അപ്പോൾ ഗാർഡൻ കണ്ടാലോ ഗൈസ്? കണ്ടില്ലേ, ഒരു കുഞ്ഞു മാവാണ്, കണ്ടില്ലേ? ചെറിയൊരു മാവാണ്, അതിനകത്ത് പിടിച്ചിരിക്കുന്ന മാങ്ങക്കുല കണ്ടില്ലേ? 1 2 3 4 ഒരുപാട് മാങ്ങയുണ്ട്. കണ്ടോ? ഞങ്ങൾ പേപ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയും മാങ്ങയുണ്ട്. നല്ല കുഞ്ഞു മാവാണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഞങ്ങൾ വെച്ചതേ ഉള്ളൂ, എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ മാങ്ങ ഇട്ടു. ഇതുണ്ട് പഴുത്തിരിക്കുകയാണ്. പഴുത്തിരിക്കുന്നത് ഇത്. പിന്നെ ഈ ഒരു മണ്ണിൻ്റെ താഴായിട്ടല്ലേ കിടക്കുന്നത്. ഇപ്പം എന്താ അറിയാമോ, ഈ മഴയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ചെളിയാവാറുണ്ട്. ഇതുണ്ട് വയസ്സ് വലിയ മാങ്ങ. തോന്നുന്നു കാണിക്കാം. വലിയൊരു മാങ്ങയാണ് കണ്ടോ. മാങ്ങ പഴുത്തൊക്കെ ഇപ്പോൾ ഉണ്ട്. ചിലതൊക്കെ മുരടിച്ച് പോകും, പക്ഷേ നല്ല വലിയ മാങ്ങയാണ്. വെറും കുഞ്ഞു മാങ്ങ വിളവെടുത്തായിരുന്നു. നല്ല മധുരമുള്ള മാവായിരുന്നു. നല്ല മധുരം ഉണ്ട് കേട്ടോ വയസ്സ് മാങ്ങ. സോ നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങ. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. കുഞ്ഞു കളർ നോക്ക്, നല്ല കളറുണ്ട് കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? സൂപ്പർ ഗൈസ്, കൊള്ളാം, ഒന്നും പറയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾ എപ്പോഴും ഞങ്ങളത് തിന്നു ചേർത്ത്. നല്ല മധുരം ഉണ്ടായിരുന്നു ഗൈസ് മാങ്ങയ്ക്ക്. അടുത്ത് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പ്ലാവാണ് കേട്ടോ. ഒരു കുഞ്ഞു പ്ലാവാണേ. കണ്ടില്ലേ ഗൈസ്? ഇത് നോക്ക്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടില്ലേ, ഇത്രയും കുഞ്ഞു പ്ലാവാണ്. തിരിച്ചു പിടിക്കുന്നുള്ളൂ. ഇതിലേ നല്ല വലിയ ചക്കയാണ് കേട്ടോ. ഇനി ഇവിടെയൊക്കെ പൂക്കുന്നുണ്ട്. നല്ല വലിയ ചക്ക, കുഞ്ഞു പ്ലാവിൽ നല്ല വലിയ ചക്കയാണ്. കണ്ടില്ലേ, ഇത്രയും വലിപ്പമുണ്ട്. ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഒരുപാട് കോഴിയൊക്കെ ഉണ്ട്. കണ്ടാ, ഇത് കോഴികളുടെ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. കോഴികൾ കൈവശം എടുത്ത് വെച്ചേക്കാണ് ഇവിടെ. വലിയ ഓറഞ്ചാണ്. ഇതൊരു ഓറഞ്ച് മരമാണ്. ഓറഞ്ച് വലുതാവും. വലിയ ഓറഞ്ച് മരമാണ്. ആ കാണുന്നതാണ് ഞങ്ങളുടെ പൂച്ചക്കുട്ടി. പേര് ചുണ്ടു. കണ്ടില്ലേ, ആള് പുലിയാണ് കേട്ടോ. അടുത്ത് നമുക്ക് നമ്മുടെ പേരയ്ക്ക കാണിക്കാം. ഇത് നമ്മുടെ ഒരു പേരമരമാണ്. ചുണ്ടു കാണിക്കുന്നുണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആള് പുലി. ക്യാമറ ഓണാക്കുന്ന കണ്ടെന്ന് തോന്നി. ഇത്രയും നേരം ഇവിടെ കിടന്ന്. അതാ വേണ്ട നമ്മുടെ ചുണ്ടു പൂച്ചയുടെ ഓരോ കുസൃതികളെ. ഇതാണ് ഞങ്ങളുടെ പേരമരം. കുഞ്ഞു പേരമരമാണ്, എന്നാലും നിറയെ പേരയ്ക്ക് ഇപ്പോൾ ഉണ്ട്. കൈപ്പത്തിന് എത്രയൊക്കെ വരും. നഖം ചോപ്പാണ്, കുരു ഇല്ല, അങ്ങനെ കുറേ പ്രത്യേകതകളും ഉണ്ട് ഇതിന്. വലിയ 2 പേരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പോലും പറ്റുന്നില്ല, താഴെ ഇരുന്നു. നിറയെ പേരയ്ക്കുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ വേറെ അടിയിലും കളറായതുകൊണ്ട് കാണാൻ പറ്റൂല. ഇവിടെയും പേരയ്ക്കാണ്. ഇതേ കൂട്ടാണ് ഒരുപാട് സ്ഥലത്തുണ്ട്. കണ്ടില്ലേ, ഒരു കുഞ്ഞു പേരയ്ക്ക. ഇപ്പോണ്ട്. ഇതും ഇതേപോലെ തന്നെ വലിയതാണ് കേട്ടോ. പിന്നെ ബാക്കില് റെഡ് ലേഡി ഇപ്പോണ്ട്. ഇതൊക്കെ കാഴ്ചയില്ല, പക്ഷെ പൂക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കുക. ഇത് നമ്മുടെ പപ്പായയുടെ വേറൊരു ഇനമാണ് റെഡ് ലേഡി. ഏത്തവാഴയാണ്. കൊല പിടിച്ചിപ്പോണ്ട്. ഇതിൻ്റെ കൂമ്പ് വെട്ടി ഞാനിങ്ങനെ പിടിച്ചിപ്പോണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് നോക്കുന്നത് അഗസ്റ്റ് ചീരയാണ്. ഇതിൻ്റെ പൂവാണ് തോരൻ വെക്കുന്നത്. ഗൈസ്, ഇത് വീട്ടിലെ സപ്പോർട്ടയാണ്. പരന്ന് കിടക്കുവാണ്, എന്നാലും ഒത്തിരി പിടിച്ചിപ്പോണ്ട്. ഗൈസ്, ഇത് നോക്കുന്നുണ്ട്, ഇത് പരന്ന് ഇങ്ങനെ കിടക്കുവാണ്. ഉണ്ടല്ലേ ഗൈസ്? ഈ റംബൂട്ടാൻ ഗൈസ്, ഇത് പൂത്ത് വരുന്നേ ഉള്ളു. ഇതേപോലെ തന്നെ ഒരു വലിയ റംബൂട്ടാൻ ഇപ്പോൾ ഉണ്ട്. ഇതുകൊണ്ട് അത് പൂത്ത് ഒരുപാട് റംബൂട്ടാൻ പിടിച്ചിപ്പോണ്ട്. പച്ചയാണ്, ഇനി പഴുക്കും. അതൊക്കെ റംബൂട്ടാനാണ്. പൂത്തിപ്പോണ്ട്. ഞങ്ങളുടെ റംബൂട്ടാനൊക്കെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. അവിടെ ഒരു റംബൂട്ടാൻ. അത് ക്ലിയർ ആയിട്ട് കാണിക്കുക. ഇതാണ് ആ റംബൂട്ടാൻ. കണ്ടില്ലേ, ഒരുപാടുണ്ട്. ചെറുതൊക്കെ കരിഞ്ഞു, ചെറുതൊക്കെ
നല്ല ഒത്തിരി നിപ്പുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാമോ? ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി വരും. അതുപോലെ തന്നെ നല്ല മധുരമായിരിക്കും. വലിയതും സാധാരണ റംബൂട്ടാനേക്കാൾ ഇരട്ടി വലുപ്പം കാണും ഇതിന്. ഇപ്പം കിളിച്ചതേ ഉള്ളൂ. ഇത് പഴുക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ട് വേണം ഇത് തിന്നുന്ന വീഴാൻ. ഇവിടെ നല്ല പൂത്ത് നിൽപ്പുണ്ട്, കണ്ടില്ലേ? കണ്ടോ പൂത്തിരിക്കുന്നത്? ഇവിടെ എല്ലാം ഉണ്ട്, കണ്ടോ? ഇവിടെ കായ്ച്ചും പിന്നെ പലതരം ആയിട്ട് നിൽപ്പുണ്ട്. 3 വെറൈറ്റി ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.